ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ അവോധയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന പുതിയ ടോപ്പിക് വെച്ചാൽ ഇംഗ്ലീഷ് വൊക്കാബുലറിയെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൊക്കാബുലറി. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഭാഷ എന്നാൽ ഏത് ഭാഷയായാലും ആ ഭാഷയുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് പ്രാവീണ്യം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിലൊരു നൈപുണ്യം വേണമെങ്കിൽ നമുക്ക് വൊക്കാബുലറി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഈ അവോധയുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് വൊക്കാബുലറിയിൽ നമുക്ക് മാസ്റ്ററി കിട്ടാൻ പറ്റും എന്നതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നമുക്കറിയാം വൊക്കാബുലറി ഇമ്പോർട്ടൻസ് എന്താണ് വൊക്കാബുലറി നമ്മുടെ ജീവിതത്തിലുണ്ടത് മാറ്റം. ഇപ്പോൾ ഏത് ഭാഷ, മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഭാഷ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇംഗ്ലീഷ് തന്നെയാണ്. കാരണം ഇംഗ്ലീഷിൽ പി എച്ച് ഡി എടുത്ത ആൾക്കാർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ലെറ്റർ എഴുതാൻ ഇപ്പോൾ തെറ്റ് വരുന്നുണ്ട്. അപ്പോൾ വൊക്കാബുലറി ഉദ്ദേശിക്കുന്ന അവിടെ വൊക്കാബുലറിക്കകത്ത് കുറേ ഒരു കാര്യങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്കിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ആ സ്ട്രക്ചറിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് വൊക്കാബുലറി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയാം, ഇപ്പം നിങ്ങളിപ്പോൾ ഏത് ഭാഷ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇപ്പം സപ്പോസ് ലിറ്റിൽ ബി ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ, ഇംഗ്ലീഷിൽ നമ്മളിപ്പം മാസ്റ്റർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ പദങ്ങൾ അറിഞ്ഞിരിക്കണം, വേർഡ്സ് അറിഞ്ഞിരിക്കണം, അതെങ്ങനെ ഉപയോഗിക്കുന്നു. പിന്നെ അതിൽ പഴഞ്ചൊല്ലുകൾ, നമ്മൾ പറയില്ലേ പഴഞ്ചൊല്ലുകൾ, പ്രോവർബ്സ് ഉണ്ട്, പഴഞ്ചൊല്ലുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് വിപരീത പദങ്ങൾ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വേർഡ്സുകൾ. പിന്നെ സമാന പദങ്ങൾ, സമാനം വെച്ചാൽ ഉദ്ദേശിക്കുന്ന പര്യായ പദങ്ങൾ എന്ന് വെച്ചാൽ സിനോണിംസ്. പിന്നെ നമുക്കറിയാൻ പറ്റുന്നതാണ് കളക്റ്റീവ് നൗൺസ് ഒക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറി നിങ്ങൾ മാസ്റ്റർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ആ വൊക്കാബുലറിയുടെ സ്ട്രക്ചർ എന്തൊക്കെയാണ് വൊക്കാബുലറി നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ വൊക്കാബുലറി നമ്മൾ മലയാള ഭാഷയിൽ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ, പക്ഷേ മലയാളത്തിലായിട്ട് തന്നെ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. കാരണം ഇത് തന്നെ ഏകദേശം അതേപോലെ തന്നെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസും അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വൊക്കാബുലറി നമ്മൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വരുന്ന ആദ്യത്തെ പോയിന്റാണ് ഇഡിയംസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇംഗ്ലീഷ് ഭാഷയിൽ പലപ്പോഴും നമ്മൾ ക്രിക്കറ്റ് കമൻട്രി, അതുപോലെ തന്നെ പല ഇംഗ്ലീഷ് മൂവീസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇഡിയംസ് നമ്മൾ ഉപയോഗിക്കും. ചിലപ്പോൾ നമ്മൾ മലയാളിയൊക്കെ ചിലപ്പോൾ കിളി പോയാലിരിക്കും. കാരണം എന്താ പറയുന്നത് മനസ്സിലാവില്ല. കാരണം ഇഡിയംസ് പറയുമ്പോഴാണ്. അതുപോലെ ഇംഗ്ലീഷ് കമൻട്രി, എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് കമൻറ്ററി, ക്രിക്കറ്റ് കമൻറ്ററി കേട്ടിട്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഇംഗ്ലീഷിൽ കുറേയധികം മാറ്റം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് ചില സമയം കിളി പോയാലൊക്കെ ഇരിക്കും, അതൊക്കെ. പക്ഷേ എങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ ലൈഫിൽ നമ്മൾ പിന്നീട് പലപ്പോഴും ഹിന്ദു പേപ്പർ, ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പറൊക്കെ പോകും. പ്രത്യേകിച്ച് ഹിന്ദു പേപ്പർ നിങ്ങൾ ഐ തിങ്ക് യു ഷുഡ് read daily, Hindu daily, at least. If you don't know anything, if you don't understand anything, no issue, let's continue that habit. അതെനിക്ക് പറയുള്ളൂ. കാരണം ഹിന്ദു പേപ്പർ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയ പേപ്പറിൽ ഏറ്റവും ഹിന്ദു പേപ്പർ, അതിൽ ഏറ്റവും ഇഡിയംസ് ഒരു നല്ല ഉപയോഗിക്കുന്ന പേപ്പർ കൂടെ ഇഡിയംസ് എന്ന് പറയും. അപ്പോൾ ഇഡിയംസ് നമ്മൾ ഫസ്റ്റ് നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഇഡിയം പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നൊരു ഇഡിയമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ഇഡിയംസ് വെച്ചാൽ. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് നമുക്ക് അറിയാൻ പറ്റും വൂൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ രാഷ്ട്രീയക്കാരൊക്കെ രൂപിച്ച് ഈ നമ്മുടെ TV ചർച്ചകൾക്ക് പറയാറുണ്ട്, അവൻ ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയാണ് ആ രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ കപട നാട്യക്കാരനാണ്, ഹിപ്പോക്രൈറ്റ് എന്നൊക്കെ പറയും. ഹിപ്പോക്രൈറ്റ്, ഹീസ് ആൻ അബ്സല്യൂട്ട് ഹിപ്പോക്രൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ TV ചർച്ചകൾ, അന്ത്യചർച്ചകൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ മതപ്രഭാഷകരൊക്കെ ഉണ്ട്. ഇപ്പം ബൈബിള്, അതുപോലെ ഭഗവത്ഗീത, അങ്ങനെയൊക്കെ ആത്മീയ പ്രഭാഷണം നടത്തുന്ന അവരുടെ പുസ്തകങ്ങളെ കാണാൻ പറ്റും. ആട്ടിൻതോലണിഞ്ഞ ചെന്നായി എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ബൈബിളിലൊക്കെ കൂടുതൽ കാണാൻ പറ്റും ആട്ടിൻതോലണിഞ്ഞ ചെന്നായി. അപ്പോൾ ആ ഒരു ശൈലി വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് ആണ്. അപ്പോൾ അതൊരു നമ്മൾ ആക്ച്വലി മീനിങ് വെച്ചാൽ ഹിപ്പോക്രൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹിപ്പോക്രൈറ്റ് എന്ന ഒരു മീനിങ് ഉദ്ദേശിക്കുന്നത് ഹിപ്പോക്രൈറ്റ്. ദാറ്റ് മീൻസ് എ പേഴ്സൺ ഈസ് നോട്ട് സിൻസിയർ അറ്റ് ആൾ ഇൻ വാട്ട് ഹി റെപ്രസെന്റ്. അതാണ് അവൻ എന്തിനാണ് കാണിക്കുന്നത്, അവൻ അതിൽ സിൻസിയർ അല്ല. അപ്പോൾ ആ ഒരു വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറയും. അപ്പോൾ അതുപോലെ അതൊരു ഐഡിയ നമുക്ക് കാണാം. പിന്നെ പറയുന്നത് നമുക്ക് വേറെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇറ്റ് ഈസ് റെയിൻ ആൻഡ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും. ഇത് നമ്മൾ കൂടുതലും കാണുന്നൊരു ശരിയാണ് വെച്ചാൽ സിമ്പിൾ. ഇറ്റ് ഈസ് ഹെവി ഡൗൺ പോർ. അതിന് മീനിങ് അത്രേ ഉള്ളൂ. ഹെവി ഡൗൺ പോർ ഇറ്റ് മീൻസ് ഹെവി ഡൗൺ പോർ എന്ന് വെച്ചാൽ അത് മാത്രമല്ല ഇറ്റ് ഷുഡ് ബി ക്വിക്കർ. ആ മഴ വളരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെയിൻ, അത് ഹെവി ഡൗൺ പോർ അതിനൊക്കെ പറയുന്നതാണ് ഇറ്റ് ഈസ് റെയിനിങ്. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇങ്ങനെ പറയാറുണ്ട്, ഇറ്റ് ഈസ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും. ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഇതൊക്കെ ഇഡിയംസിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇഡിയംസ്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഇതുപോലെ ഒത്തിരി ഇഡിയംസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്, പഠിക്കാനുണ്ട്. നമ്മൾ വീഡിയോയിലെ അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടത്
പഠിക്കാനും പരിചയപ്പെടാനൊക്കെ കഴിയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്ട്രക്ചറിൽ അടുത്ത് വരുന്ന പോയിന്റാണ് പ്രോവർബ് എന്ന് പറയും. പ്രോവർബ് നെക്സ്റ്റ് വരുന്നത് അതല്ല. അപ്പോൾ ഓരോ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, തുടർച്ചയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത് വരുന്നത് മൂന്നാമത് വരുന്നത് നമുക്കറിയാം ഫോറിൻ വേർഡ്സ് എന്ന് പറയും. ഇത് നമുക്ക് മലയാളികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഭാഗമാണ് ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ആക്ച്വലി നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ 4 മിസ്പെൽറ്റ് വേർഡ്സ് എന്ന് പറയും. മിസ്പെൽറ്റ് വേർഡ്സ്. അഞ്ചാമത് വരുന്ന പോയിന്റ് സിനോനിയംസ്. ആറാമത് വരുന്ന പോയിന്റാണ് ആന്റോണിയംസ്. ഏഴാമത് വരുന്നത് കളക്റ്റീവ് നൗൺസ്. എട്ടാമത് വരുന്നത് ഫ്രേസൽ വെർബ്സ്. ഒമ്പതാമത്തത് അനിമൽ സൗണ്ട്സ്. One more is there, one word substitutes. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും തുടർന്ന് വരുന്ന വീഡിയോകളിൽ. അപ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ ഞാനൊന്ന് എല്ലാത്തിൻ്റെയും ജസ്റ്റ് നമുക്കൊരു ഗ്ലിംസ് നമുക്കൊന്ന് ഓടിച്ച് നോക്കി പോകാം. ആദ്യം നമുക്ക് പറയാൻ പോകുന്നത് പ്രോവർബ്. അപ്പോൾ അതിൽ പ്രോവർബാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ. ജസ്റ്റ് ഒന്ന് ഞാനൊന്നൊരു ഇൻട്രൊഡക്ഷൻ പറയാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കറിയാം ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന വൊക്കാബുലറി സ്റ്റഡി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഓവർവ്യൂ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രോവർബിൽ ആദ്യം പറയാൻ പോകുന്നത് കാരണം വെച്ചാൽ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് പഴഞ്ചൊല്ലുകൾ, പലതരം പഴഞ്ചൊല്ലുകൾ. ഇപ്പം പഴഞ്ചൊല്ലി പതില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ മുറ്റത്തെ ചെപ്പിൽ അടപ്പില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. പറഞ്ഞാൽ ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പലപ്പോഴും? ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇതൊരു പഴഞ്ചൊല്ലിൻ്റെ എക്സാമ്പിൾ. ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് വെച്ചാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല. അതാണ്. അപ്പോൾ അത് പ്രോവർബ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് പരിചയപ്പെടാണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഫോറിൻ വേർഡ്സാണ്. അടുത്ത് വരുന്ന പോയിന്റ് ഫോറിൻ വേർഡ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റാണ് ഈ ഫോറിൻ വേർഡ്സ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫോറിൻ വേർഡ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഭാഗങ്ങൾ. അപ്പോൾ ഉദാഹരണം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോഡസ് ഓപ്പറാൻഡി. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഈ വാക്ക്. മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും. മോഡസ് ഓപ്പറാൻഡി. സ്റ്റാറ്റസ് കോ ഇതൊക്കെ എക്സാമ്പിൾസാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ഓരോന്നും പഠിക്കാനുണ്ട്. പിന്നെ ഡേജാവു, അത് നിങ്ങൾ കേട്ടോ? ഡേജാവു കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഡേജാവു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഇത് ഫോറിൻ വേർഡ്സിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഫോറിൻ വേർഡ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലപ്പോഴും RRB എക്സാമ്പിൾസും മറ്റ് PC എക്സാമിലൊക്കെ സ്ഥിരം വരുന്നൊരു പോയിന്റാണ് ഈ ഫോറിൻ വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ്. സ്ഥിരം കാണുന്ന ഒരു പാറ്റേണാണ് ഈ ഫോറിൻ വേർഡ്സ്. അപ്പോൾ അത് നമ്മൾ തുറന്ന് പഠിക്കുന്നതായിരിക്കും. കുറേ അധികം നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് മിസ്പെൽറ്റ് വേർഡ്സ് എന്ന് പറയും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം പലപ്പോഴും ഈവൻ ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരെ PhD എടുത്ത ആൾക്കാർ പോലും പലപ്പോഴും തെറ്റിക്കുന്ന മേഖലയാണ് ഈ മിസ്പെൽറ്റ് വേർഡ്സ് വെച്ചാൽ. അപ്പോൾ എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ കാണുന്നൊരു വാക്കാണ്, കൂടുതൽ കാണുന്ന വാക്കാണ് വാക്വം. ലൈക്ക് ദിസ് വാക്വം. പലപ്പോഴും നമ്മൾ പലരും എഴുതുന്നപ്പോൾ തിരിച്ചായിരിക്കും വാക്വം ഇങ്ങനെയൊക്കെ എഴുതും. വാക്വം എന്നൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ഇതാണ് എൻ്റെ സ്പെല്ലിംഗ്. വാക്വം. BACUM. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ബ്യൂറോക്രസി ഉണ്ട്. ബ്യൂറോക്രസി. അപ്പോൾ അത് പലപ്പോഴും ബ്യൂറോക്രസി. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. ഉണ്ടോ ഇങ്ങനെ ക്രേസി എന്നൊക്കെ വെച്ചാണെങ്കിൽ പഠിക്കാൻ പറ്റും. അതങ്ങനെ നമുക്ക് അതിനുള്ള മെത്തേഡ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അത് നമ്മൾ തുടർന്ന ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് ആ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സിനോണിംസ് ആണ്. അപ്പോൾ സിനോണിമസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സിനോണിമസ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് സിനോണിമസ് ജസ്റ്റ് എന്ന് പറഞ്ഞേക്കാം. അതിൽ വരുന്നത് നമുക്കറിയാം സമാന പദങ്ങൾ, പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സമാന പദങ്ങൾ എന്ന് പറയും. അപ്പോൾ ഒരു വാക്കിൻ്റെ തന്നെ സെയിം മീനിങ്ങുള്ള അടുത്ത വാക്കുകൾ. അപ്പോൾ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്ന ഇൻക്രീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻക്രീസ് എന്ന വാക്ക്. ഇൻക്രീസ് നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ്. പക്ഷേ അതിൻ്റെ വേറൊരു വാക്കുണ്ട് എൻഹാൻസ്.
അതെല്ലാം പിന്നെ പറയാം എസ്കലേറ്റ് ഉണ്ട്, ഇതൊക്കെ പറയാം എസ്കലേറ്റ്, പിന്നെ ഹൈക്ക്, ഇങ്ങനെ കുറേ അധികം വാക്കുകൾ നമുക്ക് കേൾക്കാറുണ്ട് ഒരൊറ്റ വാക്കുകൾ. അപ്പം ഇൻക്രീസിൻ്റെ നിങ്ങൾ നോക്കൂ, ഇൻക്രീസിന് എത്ര വാക്കുകൾ ഇനിയും പറയാൻ പറ്റും, ഇനി നമുക്ക് കുറേ അധികം വാക്കുകൾ പറയാൻ പറ്റും. ഇനി എസ്കലേറ്റിൻ്റെ പല മീനിങ്ങും പല കോണ്ടസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിനോണിംസ്. അപ്പോൾ ഒരു വാക്കിന് തന്നെ സെയിം മീനിങ് വരുന്ന മറ്റ് വാക്കുകൾ, അതാണ് സിനോണിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. അടുത്ത ആൻറ്റോണിയംസ്. അത് നമുക്കറിയാം ഓപ്പോസിറ്റ് വേർഡ്സ് പറയും, നമ്മൾ പഠിച്ചിട്ടുണ്ടോ ചെറിയ ക്ലാസ്സിൽ വിപരീത പദങ്ങൾ പറഞ്ഞ് പഠിക്കുന്നതാണ് ആൻറ്റോണിയംസ് പറയും. അപ്പോൾ ആൻറ്റോണിയംസ് നമുക്കറിയാൻ പറ്റും. ഇപ്പം എന്താണ് നമ്മൾ പറയും അപ്രൂവ് എന്നൊരു വാക്കിന് എടുത്ത് അപ്രൂവ് സിമ്പിൾ വാക്കുകൾ. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ വരുന്ന ഡിനൈ എന്ന് പറയും, ഡിനൈ അല്ലെ റെഫ്യൂസ്, അങ്ങനെയൊക്കെ വരുന്ന വാക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം. പിന്നെ ഹാപ്പി, അൺഹാപ്പി, അത് നമുക്ക് പലതരത്തിലുള്ള വാക്കുകൾ പഠിക്കുന്നതായിരിക്കും. അത് കുറച്ചുകൂടെ ഹയർ ഓർഡർ കോഴ്സ് ലെവലുള്ള വാക്കുകളൊക്കെ നമ്മൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ച പോലത്തെ വാക്കുകളായിരിക്കില്ല. അപ്പോൾ ആ ഒരു അത് ആൻറ്റോണിയസ് വിപരീത പദങ്ങൾ ഉദ്ദേശിക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് കളക്റ്റീവ് നോൺസാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം, കാരണം വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വായിച്ചു. കാരണം ഇതും നമ്മൾ പറഞ്ഞതിൽ ഫോറിൻ വേർഡ്സ്, ഇതൊക്കെ മിസ്പെൽറ്റ് വേർഡ്സ്, ഇതൊക്കെ പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന മേഖലയാണ് ഈ വരുന്ന ഭാഗങ്ങൾ. കളക്റ്റീവ് നോൺസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ്, അപ്പോൾ അസോർട്ട്മെൻറ്റ് ഓഫ് തിങ്സ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും, അത് അങ്ങനത്തെ വാക്കുകൾ അഡ്രസ്സിങ് വേർഡ്സാണ് ഒരു ഗ്രൂപ്പിനെ. ഉദാഹരണം ഹെഡ് ഓഫ് കാറ്റിൽ, അതുപോലെ ഫ്ലോക്ക് ഓഫ് ബേഡ്സ്, അത് നമുക്ക്. പിന്നെ അതുപോലെ പറയാൻ പറ്റും നമുക്ക് സ്കൂൾ ഓഫ് ഫിഷ്, ഇങ്ങനെ ഒത്തിരി അതുപോലെ കുറേ അധികം വാക്കുകൾ നമുക്ക് ഇതിൽ നിന്ന്. പിന്നെ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഈ ഗ്രൂപ്പ് വേർഡ്സ് നമ്മൾ പരിചയപ്പെടും, കളക്റ്റീവ് നോൺസ് പരിചയപ്പെടും. ഓക്കെ, അതാണ് ജസ്റ്റ് ഞാൻ കാണിച്ചതുള്ളൂ. നെക്സ്റ്റ് വരുന്ന ഫ്രേസ് വെർബ്സ്, അതും വെരി ഇമ്പോർട്ടൻ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗത്ത് ഞാൻ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം. വെരി ഇമ്പോർട്ടൻ്റ്. കാരണം വെരി ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഈവൻ എനിക്കൊന്ന് ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കുന്ന ഒരാൾക്ക് പോലും പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്ന ഭാഗമാണ് ഈ ഫ്രേസ് വെർബ്സ് എന്ന് വെച്ചാൽ. ഉദാഹരണം പറയുമ്പോൾ ഇപ്പം നമുക്കറിയാൻ പറ്റും കം ഓവർ, പിന്നെ അതുപോലെ തന്നെ കാൾ ഓൺ, അതുപോലെ പിന്നെ നമുക്കറിയാൻ പറ്റുന്ന ബ്രിങ് എബൌട്ട്, ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഫ്രേസ് വെർബ്സിൻ്റെ എക്സാമ്പിളായി കാണുന്നത്. അപ്പോൾ കാൾ ഓൺ വെച്ചാൽ വിസിറ്റ്, ഈ കം ഓവറിൻ്റെ തന്നെ മീനിങ് ആയിട്ട് കാൾ ഓൺ. പക്ഷേ അതുപോലെ തന്നെ ബ്രിങ് എബൌട്ട് വെച്ചാൽ ടു കോസ് സംതിങ്. പുട്ട് ഓഫ്, അതുപോലെ നമുക്കറിയാൻ പറ്റും ടേൺ അറൗണ്ട്. ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. പുട്ട് ഓഫ് വെച്ചാൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, എന്ന് വെച്ചാൽ തീ കെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് സിമ്പിൾ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഗോ ഓഫ്. ഈ ഗോ ഓഫ് മീൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് അതേ ഉള്ളൂ, എന്താണ് ഈ പറഞ്ഞ പൊട്ടിത്തെറിക്കുക, എക്സ്പ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുട്ട് ഓഫ് വെച്ചാൽ കെടുത്തുക എന്നുള്ളതാണ്, ഇത് മറ്റേത് പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗോ ഓഫ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫ്രേസ് വെർബ്സിൻ്റെ എക്സാമ്പിളാണ് കാണിച്ച് ഈ കാണുന്ന എല്ലാം എക്സാമ്പിൾസ്. നെക്സ്റ്റ് നമുക്കറിയാൻ പോകുന്ന പോയിന്റാണ് അനിമൽ സൗണ്ട്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അനിമൽ സൗണ്ട്സ് അത് നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേഡ്സിൻ്റെ അനിമൽസിൻ്റെ ഒക്കെ സൗണ്ടുകൾ എങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും, പറയാൻ പറ്റും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അനിമൽ സൗണ്ട്സ്. അപ്പോൾ അതിൽ ആദ്യമൊക്കെ വരുന്നത് ആക്ച്വലി നമുക്കറിയാൻ പറ്റും. നമുക്ക് ഉദാഹരണം ഇപ്പം എലിഫൻറ്റിൻ്റെ ഒരു വാക്ക് നോക്കിയുള്ളൂ. എലിഫൻറ്റ് ട്രംപറ്റ്. എലിഫൻറ്റ് കരയുന്നതിന് പറയുന്നത് ട്രംപറ്റ്. അതിന് ബുള്ളില്ലേ, നമ്മുടെ ബുള്ളിൻ്റെ പറയുന്ന ബുള്ള് കരയുന്നതിന് ബെല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ഫേമസ് താറാവിന് നമ്മൾ പറയുന്നത് എന്താ, ഡക്കിന് ഡക്കിൻ്റെത് കോക്ക് എന്ന് പറയും, ക്വാക്ക്. അങ്ങനെ കുറേ അധികം. പിന്നെ ഓൾ മൂങ്ങയ്ക്ക് പറയുന്നത് ഹൂട്ടാണ്, ഹൂട്ടട്ട് എന്ന് പറയുന്നത്, ഹൂട്ടട്ട്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ അനിമൽ സൗണ്ട്സ് ആണ് കാണുന്നത്. എലിഫൻറ്റിൻ്റെത്, ബുള്ളിൻ്റെ. അപ്പോൾ അതുപോലെ ഒത്തിരി വാക്കുകൾ നമുക്ക് ഇതിൽ അനിമൽ സൗണ്ട്സിലും പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലുള്ള നമ്മൾ ആക്ച്വലി ഈ ഒരു വൊക്കാബുലറി സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഈ പറഞ്ഞ എല്ലാ വാക്കുകളും നമ്മൾ വിശദമായിട്ട് പഠിക്കും, എല്ലാ കോണ്ടസ്റ്റിലും പഠിക്കും. ഇപ്പോൾ ആ വാക്കുകൾ ഏത് കോണ്ടസ്റ്റ് ഉപയോഗിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ആ വാക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വാക്ക് വന്ന ഹിസ്റ്ററി, ചിലപ്പോൾ ചില കേസിൽ ഹിസ്റ്ററി പഠിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ വന്നെന്നുള്ളത് അത് അറിഞ്ഞ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഡേജാവൊക്കെ അങ്ങനെ എക്സാമ്പിൾ ഉണ്ട്. പിന്നെ ഉദാഹരണം മാൻ വിത്ത് മിഡാസ് ടച്ച്. അതൊക്കെ നമ്മൾ ആക്ച്വലി ഡീംസ് വരുന്ന വാക്കുകൾ. മാൻ വിത്ത് മിഡാസ് ടച്ച് എന്ന് വെച്ചാൽ മിഡാസ് ടച്ച് കിങ് ആയിരുന്നു. ആ കിങ് തൊടുന്നതെല്ലാം പൊന്നായി മാറും, സ്വർണ്ണമായി മാറും. അപ്പോൾ അതുകൊണ്ട് ആ വാക്കിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ എന്ത് തൊട്ടാലും അവർ വിജയിക്കും. അപ്പോൾ അവരെ കുറിച്ച് പറയുന്ന വാക്കാണ് ഹീ ഈസ് എ മാൻ വിത്ത് മിഡാസ് ടച്ച്. ദാറ്റ് മീൻസ് ഹീ ഈസ് സക്സസ്ഫുൾ ഇൻ എവറിത്തിങ്, വാട്ട് എവർ തിങ് ഹീ ഈസ് സക്സസ്ഫുൾ ഇൻ ദാറ്റ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുന്നത്. അപ്പോൾ അതങ്ങനെ കുറേ വാക്കുകൾ. പിന്നെ നല്ല ഏക്കിൾസ് ഹീലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡെമോക്രസ് സേർഡ് ഉണ്ട്, അങ്ങനെ ഹാങ്ങിങ് സോഡ്. അപ്പോൾ അങ്ങനെ കുറേ അധികം വാക്കുകൾ നമ്മൾ ഹിസ്റ്ററി ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ടാകും ഈ മിസ്പെൽറ്റ് വേർഡ്സ് ഉണ്ട്. അത് നമുക്ക് കുറച്ചുണ്ട് ഇങ്ങനെ കട്ടി പഠിക്കാം. ബ്യൂറോക്രസി
ഇതൊക്കെ കട്ട് ചെയ്യാം. ബി യൂറിയ, യു ക്രേസി, അങ്ങനെ കട്ട് ചെയ്ത് വേണേൽ പഠിക്കാം. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതുപോലെ നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റുന്ന ലെഫ്റ്റൻ ഉണ്ട്. അതും ഈ പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ ചില പാറ്റേണിൽ നമുക്ക് ഇങ്ങനത്തെ കട്ടിയുള്ള കടുപ്പമുള്ള വാക്കുകൾ പഠിക്കാനും നമുക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓവർവ്യൂ ആണ്. അപ്പോൾ ഈ ഓവർവ്യൂവിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഐഡിയ കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള കട്ടൺ റേസർ മാത്രമാണ്. ഓവർവ്യൂ എന്ന് വെച്ചാൽ കട്ടൺ റേസർ മാത്രമാണ്. അപ്പോൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഈ പറഞ്ഞതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിക്കും. അതിനെ എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽ നമുക്ക് നമ്മളിലുണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിലൂടെ പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മൊത്തം ഇൻട്രൊഡക്ഷൻ ആണ്. എങ്ങനെ നമുക്ക് വൊക്കാബുലറിയിൽ മാസ്റ്റർ ആകാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ UPSC അല്ലെങ്കിൽ RRB PSC പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഫുൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുൾ മാർക്ക് വാങ്ങും. അപ്പോൾ അവരുടെ ക്ലാസ്സൊക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നതാണ് ഇംഗ്ലീഷ് സെക്ഷൻ. ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യുകയുണ്ട്. അപ്പോൾ അതിന് രീതിയിലുള്ള സിലബസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് മെറ്റീരിയൽസ് നമ്മളിലുണ്ട്. തുറന്നു വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും നമ്മൾ ക്ലാരിഫൈ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.